ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ വ്ളോഗ്. അച്ഛന്മാരെ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 മാസമായി. ചാനൽ തുടങ്ങിയതിൻ്റെ അന്നൊരു വീഡിയോ ഇട്ടതാണ്. പിന്നെ 7 മാസം കഴിഞ്ഞിട്ട് അടുത്ത രണ്ടാമത്തെ വീഡിയോ ആണ് വരുന്നത്. കുറേ ഡിലേ ആയിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഇരിക്കുന്ന അറിയില്ല, കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആളെ സുധീഷ്. ഇത് നമ്മുടെ ചങ്ക് കൂട്ടുകാരനാണ്, സുബിൻ എന്നാണ് പേര്. പിന്നെ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു മെഡിക്കെയർ തുടങ്ങിയിട്ടുണ്ട്. അതായത് അതിൻ്റെ വിശേഷങ്ങൾ നേരെ എന്നൊക്കെ അവൻ്റെ ഷോപ്പിൽ നിന്ന് ചോദിക്കുക സംഭവങ്ങൾ. അതിനിടയ്ക്ക് നമ്മൾ ഇന്നലെ, അതായത് ഇന്നലെ എത്ര ഡേറ്റ് എത്രയാണെന്ന് പറയുന്നത്? ഇന്നലെ 18-ാം തീയതിയാണ് ഇന്നലെ ഉദ്ഘാടനം നടന്നത്. അന്നേരം 19-ാം തീയതി നമ്മൾ ചെന്നിട്ട് അവൻ്റെ കടയിലേക്ക് ഒരു ഓഫറും കൊണ്ടാണ് ചെല്ലുന്നത്. ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ. ഗൈസ്, അങ്ങനെ നമ്മൾ അവൻ്റെ മെഡിക്കെയറിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ അവനോട് നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. വാ കൃഷ്ണേ. ഗൈസ്, അവൻ അകത്തിരിപ്പുണ്ട്, ചേറിലാണ്. അവനും അവൻ്റെ പാർട്ട്ണറും കൂടെ ഉണ്ട് കേട്ടോ സംഭവം. കൃഷ്ണേ, ഗായ്സ്, ഇത് നമ്മുടെ ചങ്ക് കൂട്ടുകാരനാണ്. അതായത് വിഷ്ണു എന്നാണ് അളിയൻ്റെ പേര്. അവനും അവൻ്റെ പാർട്ട്ണറും കൂടെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അളിയ, ഇതിൻ്റെ പറ്റിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നീ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഗായ്സ്, നമുക്ക് അന്നേരം ബാക്കി ഡീറ്റെയിൽസ് ഫുള്ള് കാര്യങ്ങൾ ഇവൻ പറഞ്ഞു തരും. നീ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു തരും. എടാ, ഇതൊരു മെഡിക്കെയർ ആണ്. നമ്മൾ ഹോം കെയർ ഒക്കെ കിട്ടില്ലേ. അപ്പം വീട്ടിൽ ബേബീസ് കാണും, പേഷ്യൻസ് കാണും, പിന്നെ ഈ പേഷ്യൻസ് കാണും, ഓൾഡ് ഇച്ചിരി വയസ്സായവരെയൊക്കെ നമ്മൾ ഹോം നേഴ്സിംഗ് ഉള്ള രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മളിപ്പം ഈ 4 കാറ്റഗറിയിൽ നമ്മളിപ്പം നേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾഡ് ഏജ് കെയർ, ചൈൽഡ് കെയർ, പോസ്റ്റ് ഡെലിവറി, പേഷ്യൻ്റ് കെയർ. അങ്ങനെ ഒരു ഏജൻസിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. അങ്ങനെ ഫുൾ സർവീസ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ നിങ്ങൾ സ്റ്റാഫിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അന്നേരം ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലാണ്ട് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, വയസ്സായ ആൾക്കാരുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ കൊച്ചു പിള്ളേരുണ്ടെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീട്ടിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു നേഴ്സിനെ, ഹോം നേഴ്സിനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം. നിങ്ങളെന്ത് ചെയ്യുക, അതിനകത്ത് ചെക്ക് ചെയ്തിട്ട് ഇവിടെ വിളിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഇനി നമുക്ക് അവൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അകത്ത് കയറി ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ. നമുക്കങ്ങനെ ഇവിടുത്തെ രണ്ടാമത്തെ പാർട്ട്ണറെ കൂടെ ഒന്ന് പരിചയപ്പെടാം. ആള് എൻ്റെ കൂട്ടത്തിൽ 8 മുതൽ 10 വരെയും പിന്നെ +1 +2 ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അതിന് കൂടെ വേറെ കാര്യം പറയാനുണ്ട്. ഈ നിൽക്കുന്നവൻ ഏതാണ്ട് നേഴ്സറി തൊട്ട് എന്നോട് ഇങ്ങനെ നിരങ്ങാൻ തുടങ്ങിയ ഒരാളോ. ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ ഇതോട് പരിചയപ്പെടുത്തോ. ഇത് ആൻസി. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, 8 തൊട്ട് +2 വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഇപ്പം നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ രണ്ടുപേരോടെ സ്റ്റാർട്ട് ചെയ്തൊരു ചെറിയൊരു സംഭവം. അതായത് ഇവർ രണ്ടുപേരും ഇവിടുത്തെ മുതലാളിമാരെന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകം പറയാനുണ്ട് ഇതിനെക്കുറിച്ച്. നമ്മുടെ വർക്ക് ഇന്നതാണ്. ഇപ്പം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്
പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ചൈൽഡ് കെയർ, ഓൾഡ് ഏജ് കെയർ, പേഷ്യൻ്റ് കെയർ അങ്ങനെയുള്ള വർക്കുകളാണ് നമ്മളുടെ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് പരിമിതമായ റേറ്റിലാണ് നമ്മളിവിടെ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ഏജൻസിയും കൊടുക്കുന്നതിലും മാക്സിമം റേറ്റ് കുറച്ചാണ് നമ്മളിവിടെ വർക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ കൂട്ടുകാരന് എന്താ ഒരു ഉയർച്ച ഉണ്ടാക്കുന്ന, അവൻ കേൾക്കണ്ട, ഒരു ഉയർച്ച ഉണ്ടാക്കുന്ന രീതിയിലുണ്ട് എന്ത് ചെയ്യുക, അവന് വളർന്നു കൊടുക്കാൻ വേണ്ടി ഈ വീഡിയോ കാണുന്നത് കുറച്ച് ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ വീഡിയോ ഇട്ടേക്കുന്നത് ഏകദേശം ഒരു അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ 100 പേര് 150 200 ആയിരിക്കും വ്യൂ വരുന്നത്. ആ കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗായ്സ്, അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ഒരു പ്രാങ്ക് നമുക്ക് എന്തായാലും ഇവന് കൊടുക്കണം. അതായത് ഇന്നലെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അന്നേരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീട്ടിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഇവിടെ സംസാരിക്കുകയാണ്. അന്നേരം ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് പറ്റിച്ച് കളയാം. നമ്മൾ ഇവന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് തന്നെ പറയാം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അങ്കിളിന് പുള്ളിയുടെ അവരുടെ അമ്മയ്ക്ക് തീരെ വയ്യാണ്ട് കിടക്കും. അന്നേരം ഒരു സ്റ്റാഫിനെ ഞാൻ ഇങ്ങനെ സ്റ്റാറ്റ്സ് ഇട്ടാക്കുന്നത് ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അന്നേരം അവർ ഒരു ഓഫർ ഇങ്ങോട്ട് പറഞ്ഞേ, അത്യാവശ്യം നല്ല കാശൊക്കെയുള്ള ടീമാണ്. ഇങ്ങോട്ട് പറഞ്ഞ് എടാ സ്റ്റാഫ് ഉണ്ടെങ്കിൽ നമുക്ക് അർജൻറ്റാണ്, ഏകദേശം 50,000 സാലറി തരാമെന്ന് പറഞ്ഞു. ഇവിടെ നാളെ ഇവിടെ പറ്റൂടാ, നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ ഈ സംഭവം ഓഫർ ഇതേപോലെ ഓഫർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പിട്ട്? എടാ ഓഫറുകളുണ്ട് നമുക്ക്. വർക്ക് നമ്മുടെ തുടങ്ങുന്നതിന് മുമ്പിട്ട് തന്നെ ഞാൻ ഇത് നല്ല സ്കോപ്പുള്ളൊരു സംഭവം. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പിട്ടായിട്ട് തന്നെ എനിക്കറിയാവുന്ന, ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ അടുത്ത് അറിയാവുന്നവരോട്ട് സംസാരിച്ചപ്പോഴത്തേന് അവർ തന്നെ 1-2 വേക്കൻസി വന്നായിരുന്നു. അപ്പം അതിൻ്റെ ബേസിലാണ് നമ്മളിതൊരു ഇതായിട്ട് തുടങ്ങിയാലോ എന്നുള്ളൊരു കൺസെപ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതാണെങ്കിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം, സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യാം. അല്ല ഞാൻ ചോദിക്കുന്നത് അതല്ല, ഇപ്പോൾ ഏകദേശം 50,000 രൂപ സാലറി ഒരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇതുവരെ ഒരു വർക്ക് ഇവിടെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സ്ഥാപനം ഇതുവരെ ഒരു വർക്ക് വന്നിട്ടുണ്ടോ ആദ്യമായിട്ട്? അത് ഞങ്ങൾ മുഖേനാണ് ആദ്യമായിട്ട് വരുന്നത്. ആദ്യം പറ വർക്ക് വന്നിട്ടുണ്ട്, അത് ക്ലോസ് ആയിട്ടില്ല. നീ ഇത് ക്ലോസ് ആക്കുവാണെങ്കിൽ ഫസ്റ്റ് വർക്കായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ വർക്ക് ക്ലോസ് ആക്കാൻ വേണ്ടി നീ നോക്കിയിരിക്കണ്ട. കാരണം ഇതൊരു പ്രാങ്ക് വീഡിയോ ആണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റാഫും ആവശ്യമില്ല. അവിടെ എന്താണ് ഒരു ആൾക്ക് സുഖമായിട്ട് കിടപ്പുമില്ല. നിങ്ങൾ 50,000 സാലറി ഇല്ല. സന്തോഷമായോ? വീഡിയോ അങ്ങനെ നമ്മുടെ ചങ്ക് ബ്ലോയ്ക്ക് നമ്മുടെ ചെറുതായിട്ടൊരു പണി എടുത്ത് അടിയിൽ കുറേ കഴിഞ്ഞ് പ്രതീക്ഷ കേട്ടോ. ഓക്കെ 50,000 സാലറി നേരത്തെ വർക്കുകൾ വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. അത് നമ്മൾ പ്രതീക്ഷയ്ക്ക് നോക്കേ വേണ്ട. ഇപ്പം എന്ത് തോന്നുന്നുണ്ട്? അവിടെ നോക്കി ആ മുഖം ഒന്ന് സൂം ചെയ്തെടുത്തോ. കാഴ്ച അങ്ങനെ നമ്മൾ അളിയന് കൊടുക്കാവുന്ന ചെറുതായിട്ടുള്ള പണിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അന്നേരം ഇനി നൈസായിട്ട് ഈ വീഡിയോ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. അന്നേരം ഫുള്ളായിട്ട് നമ്മളെല്ലാം ഹാപ്പി ഇല്ലേ? പിന്നെ ആണളിയാ. അന്നേരം അടുത്ത് ഒരു വെറൈറ്റി ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഇത് ചെറുതായിട്ട് നൈസായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ അളിയൻ്റെ മെഡിക്കെയറിൻ്റെ ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റ് പോലെ കൂടെ ഒന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അന്നേരം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ അതിനുമുട്ട് സോറി ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ് അടിക്കുക, പിന്നെ എന്താ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്കണം. പിന്നെ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും ചെയ്യുക, പടാന്ന് കാര്യങ്ങൾ ചെയ്യുക, അത് കാണുകയും കൂടെ ചെയ്യുക. ഓക്കെ ബൈ.